എന്താ ഉണ്ടായ? അല്ല സാർ ഇവര് சார் நாங்க வந்து ரிலீஸ் படத்துக்கு போயிருந்தோம் சார். இந்த ஆளு எங்க சீட் பின்னாடி உட்கார்ந்துட்டு இருந்தா. சீட் கேப்ல கைய போட்டு பொம்பளை கிட்ட அசிங்க பண்றான் சார். என்னடா இப்படி பண்றேன்னு டீசென்ட்டா கேட்டேன். அது கேட்டப்போ இந்த ஆளு இங்க ஒரு அடி இங்க ஒரு மெதி பாக்கெட்ட கிழிச்சிட்டா சார். வலிக்குது சார். இங்க ஒரு அடி இங்க ஒரு மெதி வலிக்குது. படம் பார்க்க விடல சார். போடா சார். இவரங்க தியேட்டர். ஐயோ போய் சொல்றா சார். டேய் சொட்டே நீ தானே சீட்டுக்குள்ள கை போட்டு இங்க புடிச்ச. டேய் என்னடா பாக்குற? அங்க கிடச்சது பத்தலையா? போலீஸ் ஸ்டேஷன் பக்கமா விட்டனா ஒண்ணு. அப்பா ഹലോ സാർ 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 യെസ് സാർ എന്താ ഇവരെ വിട്ടേക്കാൻ പറഞ്ഞു? ഉത്തരവ് വന്നോ? തിയേറ്ററിൽ നടത്തിയ കലാപ്രവർത്തനങ്ങൾക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് വല്ലതും തരണോ? വേണോ? ചെല്ലു ചെല്ലു. ഇത് തമിഴ്നാടല്ല, കേരളമാണ്. ഇവിടെ പൊണ്ടാട്ടിയും കൊണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ ഓർക്കണം. இல்ல இது என் பொண்டாட்டி இல்ல சார். പൊണ്ടാട്ടി അല്ലേ പിന്നെ? நாங்க வந்து க்ளோஸ் ஃப்ரெண்ட்ஸ். ഫ്രണ്ടാ? എത്ര വർഷമായി ഫ്രണ്ടായിട്ട്? ஒரு வருஷம் தான் ஆகுது சார். நாங்க வந்து ஒரே இடத்துல ஒரே மனசோட வேலை பார்க்கறோம். എന്നാ നിനക്ക് അവനെ കല്യാണം കഴിച്ചൂടെ? எனக்கு ஏற்கனவே கல்யாணம் ஆயிடுச்சு. നേരത്തെ കല്യാണം കഴിഞ്ഞ? ஆமாங்க. നിന്റെ ഭർത്താവ് എവിടെ? നാട്ടിൽ പൊള്ളാച്ചിയിൽ இருக்காங்க சார். വീട് പൊള്ളാച്ചിയില്, കയ്യിലിരിപ്പ് ഹോളിവുഡില് അല്ലേ? ஐயோ சார் இது பாவம் சார். அவ பெரிய குடிகாரன். எவ்வளவு போட்டு மிதிப்பான். அம்மா നിങ്ങളുടെ ഭർത്താവ്? நாங்க பூஞ்சேரியில இருந்து மദ്രാஸ்க்கு வந்ததுக்கு அப்புறம் அங்க ஒரு சேட்டா இருந்தான்னு சொன்னேன் பாத்தீங்களா, ராஜன் சேட்டா. என்ன ஒரு இடத்துல வேலைக்கு சேர்த்து விட்டான். அங்கதான் இவன் இருந்தான். நாங்க ரெண்டு பேரும் சேர்ந்து பர்மாக்கு ஓடிட்டோம். அங்கதான் எங்க கல்யாணம். ஓகே அம்மா போயிடுங்க போயிடுங்க. ரொம்ப நன்றி சார். போங்க. வேலு நீ மருதத்தை வீட்டுல விட்டுட்டு வந்துரு, நாங்க கிளம்புறோம். வாயா வா பரிமளம். என்னாடி என்னாச்சு? இல்ல ஒண்ணும் இல்ல. அந்த ரவுடி பசங்களை பத்தி நினைச்சிட்டு இருக்கியா? அதெல்லாம் முடு. ஆமா நீ எதுக்கு அங்க தனியா தங்கிட்டு இருக்க? எங்க கூட தங்கலாமே. அங்க லட்சுமி அக்கா, ஆண்டி அண்ணன், பரிமளம், அங்க எல்லாரும் ஒன்னா தான் தங்குறோம். இடம் பாக்கணுமா? நான் அப்புறம் சொல்றேன். இன்னும் ஒண்ணே சொல்லாம போறேன். ஜோதி சார் ஜோதி சார் ദേ സോണി സാർ ദുബായിന്നാ. ഹലോ. മൊബൈൽ ഓഫാക്കി വെച്ചിട്ട് എന്നാ ഉണ്ടാക്കുവാണ്? ഞാൻ മയങ്ങിപ്പോയി. എന്താ കാര്യം? ഇപ്പൊ സൂര്യയുടെ ഭർത്താവ് മെഹബൂബ് എന്നെ വിളിച്ചിരുന്നു. ആ ജയമോഹൻ കാലത്ത് സിനിമ റിലീസ് ആവുന്ന ദിവസമാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും കൊത്തി കയറി മുമ്പ് 2 പൂശ് കൊടുത്ത് അവളെ വീട്ടിൽ കൊണ്ടാക്കുക. ഓഹോ ഫുള്ളാണല്ലോ. അയ്യോ ഒരുപാട് കാറുണ്ട്. നോക്ക് എന്തൊരു ബൂസ്റ്റിംഗ് ഞാൻ തന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കണ്ട സീരിയലൊക്കെ പോയി ചീള് വേഷം ചെയ്താണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ശാരിമോൾ ഇറങ്ങ്. ടോർച്ചടിക്ക് ടോർച്ചടിക്ക്. Surya, you look gorgeous in this shot. അത് ഡാൻസ് ആണ്. എന്ത് പ്രശ്നം? ഇരിക്കെ അതൊക്കെ ഇപ്പൊ തീരുവന്നേ. ഇതൊക്കെ ഫാൻസുകാരെ മുന്നിൽ അടിയല്ലേ. ചുമ്മാ സൂപ്പർ സൂപ്പറാ. നോക്ക നോക്ക. പിന്നെ സൂര്യ മൊത്തം പടത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പിന്നെ നമുക്ക് ഈ 1-2 തിയേറ്ററിൽ കൂടെ പോയിട്ട് പോയാ പോരെ? കുഴപ്പമല്ലോ കേട്ടോ. വണ്ടി സൈഡിലേക്ക് നിർത്ത്. എന്നിട്ട് എനിക്കൊരു പാക്കറ്റ് 555 സിഗരറ്റ് വാങ്ങിച്ചോണ്ടാ. അവിടെ നിർത്ത്.
എന്താ വിരലിൽ മോതിരം ഇടാത്തെ? പിന്നെ ഈ മോതിരം ഇടുമ്പോഴേ മിനിമം ഒരു 4-5 എണ്ണം അടിക്കണം. അതാ എന്റെ ഭംഗി. പിന്നെ നമ്മുടെ അടുത്ത പടത്തിന്റെ കോസ്റ്റ്യൂംസ് ഇതൊന്നും അല്ല, നല്ല ബ്യൂട്ടിഫുള്ളാ. ലൊക്കേഷൻ എവിടെ അറിയാമോ? അമേരിക്കയിലാ. ഇങ്ങനെ നാണം കാണിച്ചാലോ? റൊമാൻറ്റിക് സീനൊക്കെ എങ്ങനെയാ അഭിനയിക്കണേ? എന്താ മോളെ ഇത്? അയ്യോ, മാഡം ചെന്ന വണ്ടി കയറി. ഞങ്ങ ഇവിടെ ലോക്കൽ ആക്കാരാണ് സാറേ. ഓ, സാറിന്റെ പടം ഒന്ന് റിലീസല്ലേ? അതെ. എങ്ങനെയുണ്ട്? സൂപ്പർ ഹിറ്റ് അല്ലേ? അല്ലേ മാഡം പ്ലീസ്, സോണി സാർ പറഞ്ഞിട്ടാ. വണ്ടി കയറി. അല്ല ഈ മാഡം പ്ലീസ്. ഹേയ്, സാറ് പേടിക്കണ്ട. എന്നാ പിന്നെ ഷാരി പുറകോട്ടിരുന്നോ? നിങ്ങളിപ്പോ എത്ര അടുത്താണെങ്കിലും അകലെയാണെങ്കിലും പ്രണയം എന്ന മൂവിയിലെ നീ അകലെയാണോ എന്ന പാട്ടാണ് ഇനി റെഡ് എഫ് 93.5. നീ അകലെയാണോ? നീ അകലെയാണോ? നീ മഴയിതളി തൂ എന്നെ ഇവിടെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കോളൂ, ഞാൻ പോയിക്കോളാം. എന്നെ ഈ ജോലി ഏൽപ്പിച്ച ആള് പറഞ്ഞത് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന്. അവിടുന്ന് പിന്നെ എങ്ങോട്ട് വേണേ പോയിക്കും. ഏതായാലും ആ ഡയറക്ടറിന് വണ്ടി ഇരിക്കുന്നതിനെക്കാട്ടി സേഫാ. എനിക്കിവിടെ ഇറങ്ങണം. ഇത് ഷൂട്ടിംഗ് യൂണിറ്റിന്റെ വണ്ടിയല്ല, ഞാൻ പ്രൊഡക്ഷൻ ഡ്രൈവറും അല്ല.